ലീഡേഴ്സ് അവരിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. 25 ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. എല്ലാവർക്കും വീടും ശൗചാലയവും. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും. മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം. പൂട്ടിയ ബാറുകൾ തുറക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പുതിയ ബാറുകൾ നൽകാനുള്ള തീരുമാനത്തിൽ UDF-ൽ അതൃപ്തി. നടപടിക്രമങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് VM സുധീരൻ. നയത്തിൽ തിരുത്തു വേണമെങ്കിൽ അതുമാകാമെന്ന് മുഖ്യമന്ത്രി. ബാർ അനുവദിച്ചത് നയത്തിനെതിരല്ലെന്ന് ചെന്നിത്തല. മെത്രാൻ കായൽ തീരെഴുതാനുള്ള ഉത്തരവിന് പിന്നിൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും. രേഖകൾ പുറത്ത്. തീരുമാനം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ എതിർപ്പ് മറികടന്ന്. സർക്കാർ ഏജൻസികൾ പദ്ധതി ഫയൽ പരിശോധിച്ചില്ല. ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി CPIM നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. പരസ്യസഖ്യം വേണ്ടെന്ന തീരുമാനം അട്ടിമറിച്ചെന്ന് പ്രകാശ് കാരാട്ട് അനുകൂലികൾ. ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ ഒറ്റക്കെട്ടെന്ന് ബംഗാൾ PCC അധ്യക്ഷൻ. കൈപ്പത്തിക്ക് വോട്ട് ചോദിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. താപനില 40 ഡിഗ്രിക്ക് മുകളിൽ. വയനാട്ടിൽ തോട്ടം തൊഴിലാളി മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് സംശയം. രാജ്യത്തെ 33 കോടി ജനങ്ങൾ വരൾച്ചാബാധിതരെന്ന് കേന്ദ്രം. ബംഗാളിലെ കോൺഗ്രസ് ധാരണയെ ചൊല്ലി CPIM കേന്ദ്ര നേതൃത്വത്തിൽ ഭിന്നത. കേന്ദ്ര കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ച് കോൺഗ്രസുമായി പരസ്യസഖ്യമുണ്ടാക്കിയെന്ന പരാതിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം പരാതികൾ വിശദമായി പരിശോധിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് യെച്ചൂരി വ്യക്തമാക്കി. ബംഗാളിൽ കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നതിനെ കേന്ദ്ര നേതൃത്വത്തിലെ പ്രകാശ് കാരാട്ടിനൊപ്പമുള്ളവരും കേരള ഘടകവും ശക്തമായി എതിർത്തിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസുമായി സഖ്യം വേണ്ട, താഴെത്തട്ടിൽ ധാരണ മതിയെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. എന്നാൽ കോൺഗ്രസുമായി അടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ച ബംഗാൾ ഘടകം സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലുമൊക്കെ പ്രത്യക്ഷ സഖ്യം നിലനിൽക്കുന്ന മട്ടിലാണ് കരുനീക്കിയത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബിമൻ ബോസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിലും CPIM നേതാക്കൾ അണിചേർന്നു. പരസ്യമായി കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ടുള്ള പ്രചാരണം കേന്ദ്ര കമ്മിറ്റി ധാരണ അട്ടിമറിക്കുന്നതും സഖ്യത്തിന് തുല്യവുമാണെന്നാണ് പ്രകാശ് കാരാട്ടിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം. കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിന് വിരുദ്ധമാണ് ഈ നീക്കങ്ങളെന്നും കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന കേരളത്തിൽ ബംഗാളിലെ ബാന്ധവം വിശദീകരിക്കാനാകില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അഭിപ്രായ ഭിന്നത അനുദിനം ശക്തമാകുമ്പോഴും തിരഞ്ഞെടുപ്പിനിടെ പരാതികൾ പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. നേതാക്കളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ജനമുന്നേറ്റമാണ് തൃണമൂൽ ഭരണത്തിനെതിരെ ബംഗാളിൽ നടക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദീകരിച്ചു. ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് നിലവിലെ ലക്ഷ്യം. കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ലെന്നും യെച്ചൂരി വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി. ബറാക് ഒബാമയ്ക്ക് ക്യൂബയിൽ പോകാമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിനും CPIM-നും ഒന്നിച്ചുകൂടെന്ന് ബംഗാൾ PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി. കിഴക്കൻ പടിഞ്ഞാറൻ ജർമ്മനികൾക്ക് ഒന്നിക്കാൻ കഴിയുമെങ്കിൽ ഇരു പാർട്ടികളും അടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പാർട്ടികളുടെ ഈ മാറ്റത്തിന്റെ പ്രേരക ശക്തി മമതാ ബാനർജിയാണ്. മേൽത്തട്ടിൽ നിന്ന് സീതാറാം യെച്ചൂരിയോ താനോ പറയുന്നത് പോലെയല്ല താഴെത്തട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. CPIM കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുകയും പ്രചരണം നയിക്കുകയുമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും മുന്നണി നിലനിർത്താൻ ശ്രമിക്കണമെന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കൂടുതൽ അടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. ഈ വിഷയത്തിൽ ശ്രീ G. ദേവരാജൻ ഫോർവേഡ് ബ്ലോക്ക് നേതാവ്, ശ്രീ JR പത്മകുമാർ BJP നേതാവ്, ശ്രീ മാത്യു കുഴൽനാടൻ കോൺഗ്രസ് നേതാവ്, ശ്രീ PM മുഹമ്മദ് റിയാസ് CPIM നേതാവ്, നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ NM പീറ്റേഴ്സൺ കൊച്ചിയിൽ നിന്നും, ശ്രീ NP ചേക്കുട്ടി കോഴിക്കോട് നിന്നും. ആദ്യം ശ്രീ മുഹമ്മദ് റിയാസ്. രാഹുൽ ഗാന്ധി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുമ്പോൾ CPIM പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് ലാൽ സലാം വിളിക്കുന്നു. സോണിയാഗാന്ധിയുടെ റാലിയിൽ CPIM സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി തന്നെ ബംഗാളിൻ്റെ തെരുവുകൾ നിറയുകയാണ്. കോൺഗ്രസിനോടുള്ള പ്രണയം CPIM-ന് അവിടെ എല്ലിന് പിടിച്ച മട്ടാണ്. ഇത് എല്ലാ കാലവും തുടരുമോ? കോൺഗ്രസുമായി CPIM-ന് ഒരു തരത്തിലുള്ള സഖ്യവും ധാരണയും ഉണ്ടാകില്ല എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് സീതാറാം യെച്ചൂരി ഇപ്പോൾ വ്യക്തമാക്കിയത് താങ്കൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. ഇവിടെ ബംഗാളിലൊരു പ്രത്യേക സാഹചര്യത്തിൽ ബംഗാളിൽ ജനാധിപത്യം അവിടെ നിഷേധിക്കപ്പെടുന്നു. ബംഗാളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ 3 രീതികളിൽ തെരഞ്ഞെടുപ്പിലെ മത്സരത്തെ കാണുന്നു. ഒന്ന്, മത്സരിച്ച് ജയിക്കാവുന്ന സീറ്റുകൾ. 2,
നല്ല രീതിയിൽ മത്സരിക്കാൻ പറ്റുന്ന സ്ഥിതികൾ 3 അക്രമത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്ത സീറ്റുകൾ, അങ്ങനെയുള്ള സീറ്റുകൾ അവിടെയുണ്ട്. അവിടെ ശ്രീമതി മമതാ ബാനർജിക്കെതിരെയുള്ള രൂക്ഷമായ വികാരം, ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഇപ്പൊ ശാരദാ ചിറ്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള അഴിമതിയും മറ്റു പല വിഷയങ്ങളും ഒക്കെ രൂക്ഷമായി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇവിടെ ഏതോ PCCയുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇത് രാജ്യത്തും ഇതുപോലെ തുടരണമെന്നുള്ള അഭിപ്രായത്തോട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. കോൺഗ്രസ് പിന്തുടരുന്ന നയം കൈവടിയാതെ കോൺഗ്രസുമായി സഖ്യമെന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത് പാർട്ടി കോൺഗ്രസ് പറഞ്ഞ കാര്യമാണ്. പിന്നെ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന മൃദു സമീപനമാണ് ഇന്ന് ഒരു കാലത്ത് രാജ്യത്ത് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള കോൺഗ്രസ് ഇന്ന് ആകെ 3 സംസ്ഥാനത്തായി ഒതുങ്ങിയത്. അതാണ് CPIഎമ്മിന്റെ വിശദീകരണം. തുടരുക ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ ദേവരാജൻ, താങ്കൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ് എന്നറിയാം. കോൺഗ്രസ് CPIഎം ധാരണയ്ക്ക് ശേഷം അവിടെ മമതാ ബാനർജി ഏകപക്ഷീയമായി വിജയിക്കുന്ന അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. താഴെത്തട്ടിൽ പൂർണ്ണമായ തോതിൽ ഫലവത്തായോ ഈ സഖ്യം? എന്താണ് തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ? താഴെത്തട്ടിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു സഖ്യമില്ലായ്മയൊന്നുമില്ല. ചില ജില്ലകളിൽ, ഉദാഹരണത്തിന് കോൺഗ്രസിന് കുറെ കൂടുതൽ ശക്തമായ സംഘടനാ സംവിധാനമുള്ള മൂർഷിദാബാദ് പോലെയുള്ള ജില്ലകളിൽ ഈ പറയുന്നത് പോലെയുള്ള സഖ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതേസമയം തെക്കൻ ബംഗാളിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളല്ല. കോൺഗ്രസ് വലുതായിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ പോലും ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളും, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോഴും ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളുമല്ല. എന്നാൽ വടക്കൻ ബംഗാളിൽ പല ജില്ലകളിലും ഈ പറഞ്ഞ രീതിയിൽ താഴെത്തട്ടിലുള്ള സഖ്യം ഭംഗിയായി നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായി പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിനും നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇതിൽ ശ്രീ ദേവരാജൻ, ഈ ഉത്തര ബംഗാളിൽ 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? അവിടെ സോണിയാഗാന്ധിയുടെ റാലിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നു, നേരെ തിരിച്ചും. അങ്ങനെ വളരെ ഇഴയെടുപ്പത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ എങ്ങനെയാണ്? ഫോർവേഡ് ബ്ലോക്കിന് അനുവദിച്ച സീറ്റുകളിൽ അടക്കം ഇപ്പോൾ മുർഷിദാബാദിന്റെ കാര്യം നേരത്തെ അധിർ രഞ്ജൻ ചൗധരി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ ചില സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം പിൻവലിച്ചിരുന്നുവെങ്കിൽ 22-ൽ 22 കിട്ടിയേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലൊക്കെയുള്ള ഒരവസ്ഥയുണ്ടോ? അതെ, ഞാൻ പറഞ്ഞതുപോലെ ചില സീറ്റുകളിൽ സൗഹൃദ മത്സരങ്ങൾ എന്ന പേരിൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പരസ്പരം മത്സരിക്കുന്നുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് തന്നെ അങ്ങനെ 4ഓളം സീറ്റുകളിൽ സൗഹൃദ മത്സരത്തിൽ തന്നെയാണ്. ബിർഭൂം ജില്ലയിലും അതുപോലെ തന്നെ മൂർഷിദാബാദിലും മാൽഡയിലും ഒക്കെ ഞങ്ങൾ സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ട ജില്ലകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ RSPയുമായി പല മണ്ഡലങ്ങളിലും സൗഹൃദ മത്സരത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ എത്ര കണ്ട് ഇത് ധാരണയാണ്, സീറ്റ് സഖ്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും താഴേക്കിടയിൽ നമ്മൾ ചെന്ന് കാണുമ്പോൾ ഒരു മുന്നണി സംവിധാനം പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് ഇവിടെ സഖാവ് സൂര്യകാന്ത് മിശ്ര ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്, CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് തന്നെയാണ് വേദികൾ പങ്കിടുന്നതും തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റിടതുപക്ഷ നേതാക്കന്മാരും ചെയ്യുന്നത്. കാരണം ഇവിടെ നേരത്തെ നിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുഖ്യ ശത്രു മുമ്പിൽ വന്നിരിക്കുന്നു. ആ മുഖ്യ ശത്രു ബംഗാളിന്റെ എല്ലാ പാരമ്പര്യങ്ങളെയും തച്ചുടച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന ജനങ്ങളുടെ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാനായി 2 പ്രധാനപ്പെട്ട കക്ഷികൾ, 2 പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ, ജനകീയ പ്രസ്ഥാനങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശരി, മനസ്സിലാക്കും ആ കാര്യം. ദയവായി തുടരണം ശ്രീ ദേവരാജൻ. ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസും ഇടതുപക്ഷവും അവിടെ താഴെത്തട്ടിൽ അങ്ങേയറ്റം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ബംഗാളിൽ നിന്നുള്ള വിവരങ്ങൾ. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ മാൽഡയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മുർഷിദാബാദിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നു. അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ സന്തോഷമാണ്. ഇത് ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ബംഗാൾ ഘടകം സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമോ? ഇല്ല, ഇപ്പോൾ ആ നിലയിൽ പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ബന്ധം ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിതിനെ കുറച്ചൊരു അക്കാഡമിക്കായിട്ട് നോക്കാൻ ശ്രമിച്ചാൽ
ഇപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ ഈ ബന്ധത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ തയ്യാറാകുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ താഴെ തട്ടിൽ കോൺഗ്രസുമായി ചേരുന്നതിലോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ഒന്നിച്ചു നിൽക്കുന്നതിലോ CPM-ൻ്റെ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് ആവേശമാണെന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും? അല്ല, അവിടെ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അല്ല, അതിനേക്കാൾ ഉപരി എനിക്ക് അതിനേക്കാൾ ഉപരി CPM ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ വരെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന പൊളിറ്റിക്സ് ഉണ്ട്. അതായത് വർഗരാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിർത്തി വർഗശത്രു കോൺഗ്രസ് ആണ് എന്ന ഇന്നും ആ മാനസികാവസ്ഥയിൽ നിന്നും CPM-ൻ്റെ നേതാക്കന്മാർ മുക്തരായിട്ടില്ല. പക്ഷേ വർഗശത്രു കോൺഗ്രസ് അല്ല എന്ന തിരിച്ചറിവ് CPM-ൻ്റെ അണികൾക്കുണ്ടായിടത്താണ് കോൺഗ്രസിന് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നത്. ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസം എന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് അനുയോജ്യമായ എന്നാൽ ഇടതുപക്ഷ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് അണികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അവർ മുന്നോട്ട് വെച്ചിരുന്ന വർഗരാഷ്ട്രീയത്തിൻ്റെ കാലം അല്ലെങ്കിൽ വർഗരാഷ്ട്രീയം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ആളുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വിപുലപ്പെടുത്താൻ കഴിയില്ല. അതിജീവനം എന്നതിനപ്പുറത്തുള്ള ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല ശ്രീ മാത്യു കുഴൽ. അവിടെ ഒരു അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയാണ്. അവിടെ കോൺഗ്രസ്സുകാരനാകട്ടെ ഇടതുപക്ഷക്കാരനാകട്ടെ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ പലയിടങ്ങളിലും വോട്ട് ചെയ്യാൻ പോലും കഴിയാത്തത്ര തീവ്രമായ അവസ്ഥയുള്ളപ്പോൾ ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നേരിടാം. അത് ഏത് മനുഷ്യനും, നമ്മളിതിന് രാഷ്ട്രീയത്തിലല്ല, അതല്ലാത്ത ഘട്ടങ്ങളിലും അല്ലാത്ത രംഗങ്ങളിലായാൽ പോലും അങ്ങനെയുള്ള സ്വാഭാവികമായ മനുഷ്യന്മാരുടെ വികാരം അവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും പ്രകടിപ്പിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അഭിലാഷ് പറയുന്നത് ശരിയാണ്. ഇത് പ്രായോഗികതയാണ് അഭിലാഷ് പറയുന്നത്. രാഷ്ട്രീയത്തിലെ പ്രായോഗികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുന്ന CPM എന്ന പാർട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ അവസരം ഉപയോഗപ്പെടുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ സത്വത്തെ കളയാൻ പറ്റുമോ? സത്വത്തെ കളഞ്ഞാലും നിലനിൽപ്പ് എന്ന നിലയിലേക്ക് വന്നാൽ ആ രാഷ്ട്രീയം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ CPM ഇത് അംഗീകരിക്കാൻ തയ്യാറാകണം. അവർ ഇന്നലകളിൽ മുന്നോട്ട് വെച്ച ആ ഒരു രാഷ്ട്രീയം മുൻനിർത്തി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇനി അതിന് പ്രസക്തിയില്ലാതായി. നമുക്ക് അതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ NM Pearson, പശ്ചിമ ബംഗാളിലെ സാധാരണക്കാരായ CPIM-കാർക്ക് ഇപ്പോൾ VS അച്യുതാനന്ദനാണ് ഹീറോ എന്നാണ് പറയുന്നത്. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ ഭാഗമായി ബംഗാളിലെ കോൺഗ്രസ് ബാന്ധവത്തെ എതിർക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ അവർ നന്ദിപൂർവ്വം സ്മരിക്കുന്നു എന്ന് ചില പത്രങ്ങൾ വായിച്ചു. ആ അർത്ഥത്തിൽ പ്രവർത്തകർ അങ്ങേയറ്റം ഡെസ്പറേറ്റ് ആണ്. അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നിന്നുള്ള ഒരു മുക്തി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾക്കൊക്കെ, അതായത് നവലിബറൽ നയങ്ങൾ, കോൺഗ്രസിൻ്റെ സാമ്പത്തിക താല്പര്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് വല്ല പ്രസക്തിയുമുണ്ടോ? അല്ല, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമല്ലാത്തതായിട്ടുള്ള സാഹചര്യം വന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അതാണ് രാഷ്ട്രീയം. അങ്ങനെ രാഷ്ട്രീയം മാറുന്നത് കൊണ്ടാണ് ബംഗാളിലെ ഗ്രാമങ്ങളിൽ CPM-ഓ കോൺഗ്രസ്സോ എന്ന ഭിന്നതയില്ലാത്ത തരത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ ആ നിഷേധിക്കുന്ന ശക്തിക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ജനങ്ങൾ തയ്യാറാവും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രായോഗികമായിട്ട് ഇത്തരം കാര്യങ്ങൾ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അതാണ് എടുക്കേണ്ടത്. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടാമതാണ് വരുന്നത്. പല ഘട്ടങ്ങളിൽ എല്ലാ സ്വേച്ഛാധിപത്യ സംവിധാനങ്ങൾക്കും എതിരെ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും തൊഴിലാളി വർഗത്തിന് തന്നെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെയും എനിക്ക് തോന്നുന്നത് അതാണ് ചെയ്യേണ്ടത്. കേന്ദ്ര നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുന്നത് അവർ ഈ സിദ്ധാന്തം അക്കാഡമിക് വാചകമടികളെല്ലാം നടത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള പ്രത്യയശാസ്ത്രം അവർക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗാളിലേക്ക് കിടക്കുന്ന കാര്യത്തെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസും അതേപോലെ തന്നെ CPM തമ്മിൽ വലിയ ശത്രുതയിലാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസിനെയും അതേപോലെ തന്നെ CPM-നെയും സംയോജിപ്പിക്കുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും CPM നേതാക്കൾക്കും സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്യുതാനന്ദൻ അത്തരത്തിലൊരു വർത്തമാനം ഇവിടെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ യെച്ചൂരി ആയിരുന്നു. യെച്ചൂരി പറഞ്ഞതുകൊണ്ട് അച്യുതാനന്ദനെ ന്യായീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അച്യുതാനന്ദൻ്റെ സ്വഭാവ സവിശേഷത വെച്ച് പരിശോധിച്ചാൽ ഒരു കാരണവശാലും ആ തരത്തിലുള്ള അഭിപ്രായം നടത്താൻ സാധ്യമില്ലാത്ത പറഞ്ഞ കാര്യത്തോടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിയാണ്, ഇപ്പോൾ ഒരു സമൂഹത്തെ സംബന്ധിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ
എല്ലാ പ്രത്യയശാസ്ത്രവും മാറ്റി നിർത്തി ഒന്നിച്ചു വരുമെന്ന് പറഞ്ഞ ആ ഒരു ഇതിൻ്റെ കൗതുകത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കണ്ണൂരിൽ ഇതേ CPM എന്ന പാർട്ടി എത്രയോ പേർക്ക് ഈ സ്വാതന്ത്ര്യം നിഷേധിച്ചു. കോൺഗ്രസും BJPയും ഒരിക്കലും ഒന്നിച്ചുകൂടി അവർ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനപരമായ സ്വത്വപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂരിലെയും പശ്ചിമ ബംഗാളിലെയും അവസ്ഥയും വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഓർഡർ ഉണ്ടല്ലോ കേരളത്തിൽ. രാഷ്ട്രീയമായി അവരുടെ ഭാഗമായി കുറച്ച് ഹൈ ഹാൻഡ്നെസ് ഒക്കെ ഉണ്ടായേക്കാം. കുറച്ച് ഹൈ ഹാൻഡ്നെസ് അല്ല, അത് നേരിട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ നിഷേധം തന്നെയാണ്. വ്യവസ്ഥയും ഇനിയിപ്പോൾ ജനാധിപത്യ വിശ്വാസികൾക്ക് ജനാധിപത്യത്തിലൂടെ തന്നെ വോട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കാനുള്ള അവസരവും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ചർച്ചയിലേക്ക് കൂടുതൽ അതിഥികൾ. ശ്രീ JR പത്മകുമാർ, തീർച്ചയായും BJPയെ സംബന്ധിച്ച് ബംഗാളിൽ നിന്ന് വരുന്ന പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വരുന്ന ഫോട്ടോകളും ചാനലുകളിൽ വരുന്ന വീഡിയോകളും ഒക്കെ സന്തോഷം പകരുന്നതായിരിക്കും. കാരണം ഇവിടെ പരസ്പരം പോരാടുന്ന ആളുകൾ അവിടെ സഖ്യത്തിലാണ് എന്ന് ജനങ്ങളോട് പറയാം. അതുവഴി കുറച്ച് ആനുകൂല്യം കിട്ടുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. അതിനൊക്കെ അപ്പുറത്ത് പശ്ചിമ ബംഗാളിൻ്റേതും കേരളത്തിൻ്റേതും വളരെ വ്യത്യസ്തമായ തികഞ്ഞ അന്തരമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്ന ബോധ്യം എല്ലാ വോട്ടർമാർക്കും ഉണ്ടാകുമല്ലോ. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ അവസരവാദ നയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്ത് അവസരവാദ നിലപാടെടുക്കുമ്പോഴും അതിന് അടവ് നയമെന്നോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നതോളം ജനങ്ങളെ പറ്റിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് മരിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി തെരഞ്ഞെടുപ്പിൽ വന്ന് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു? അതുപോലെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ അവസ്ഥ ഇന്ന് എവിടെ നിൽക്കുന്നു? അപ്പൊ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ഈ വീഴ്ച അല്ലെങ്കിൽ അവരുടെ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ തളർച്ച, അതാണ് ഇന്ന് ഇവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് ഈ ഒരു സാഹചര്യം പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. മൂന്നാമതൊരു കക്ഷി അല്ലെങ്കിൽ ഒരു സഖ്യം ശക്തമായി വന്നാൽ ഇവർ രണ്ടുപേരും ഇതേ നിലപാട് സ്വീകരിച്ച് ഒരുമിക്കും. അത് സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ CPMന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ CPMഉം CPMമായി പിളരാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് CPIയും CPMഉമായി പിളർന്ന സമയത്ത് CPMന്റെ നേതാക്കന്മാർ കേരളത്തിൽ വിളിച്ചൊരു മുദ്രാവാക്യം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ അടിത്തറയുണ്ടാക്കി കൊടുത്ത എം എൻ ഗോവിന്ദൻ നായരെയും അച്യുതാനന്ദനെയും TV തോമസിനെയൊക്കെ അവർക്കെതിരായി വിളിച്ച മുദ്രാവാക്യം, എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേലാട്ടച്ചു പണ്ടേ അല്ല, വയ്യട ചെറ്റേ ചെങ്കൊടി താഴെ പൊക്കട ചെറ്റേ മൂവർണ്ണ കൊടി എന്നാണെന്ന് മുദ്രാവാക്യം വിളിച്ചത്. എന്താണ്? ഈ എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിത്തറയുണ്ടാക്കിയ എം.എൻ. ഗോവിന്ദൻ നായരും ചേലാട്ടച്യുത മേനോനും കമ്മ്യൂണിസ്റ്റ് അല്ല, കാരണം അവർ കോൺഗ്രസുമായി കൂട്ടുകൂടിയിരിക്കുന്നു എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രത്യയശാസ്ത്രപരമായി രണ്ട് ചേരിയിലേക്ക് പിരിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കോൺഗ്രസിന്റെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നഖചിത്രം വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എവിടെ നിൽക്കുന്നു പ്രത്യയശാസ്ത്രപരമായി എന്നുള്ള കാര്യം ഇവിടെ ശ്രീ JR പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ ദേശീയ ബൂർഷ്വാസിയോട് കോൺഗ്രസിനോടുള്ള സമീപനത്തിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പിളർപ്പ് പോലും ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് എല്ലാ കാലത്തും കോൺഗ്രസിനോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട അവരെ സംബന്ധിക്കുന്ന രാഷ്ട്രീയ വിഷയവുമായിരുന്നു. ഇവിടെ ബംഗാളിന്റെ സാഹചര്യത്തിൽ ആ രണ്ട് സംസ്ഥാന ഘടകങ്ങളും പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുമിക്കുകയാണ്. അവർ ഒരുമിച്ച് സർക്കാർ രൂപീകരിക്കണം എന്ന പദ്ധതി തന്നെ അവിടുത്തെ PCC അധ്യക്ഷൻ പറയുന്നു. ദേശീയ തലത്തിലേക്ക് ഈ സഖ്യം വളരണം എന്ന് പറയുന്നു. ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ പ്രത്യയശാസ്ത്രത്തോട് വിട്ടുവീഴ്ച ചെയ്തോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് 50കൾ മുതലുള്ള ഒരു ദീർഘകാലഘട്ടങ്ങളിൽ അവരത് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? അന്ന് ഇന്ത്യയിൽ അധികാര കുത്തക നിലനിർത്തിയിരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അന്ന് ഈ ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ കാലത്ത് ഇന്ത്യയിലെ ഭൂപ്രഭു വിഭാഗങ്ങളുടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടി, അതിന്റെ പ്രീമിയർ ആയിട്ടുള്ള പാർട്ടി, അതിന് മുന്നിൽ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു, മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായിരുന്നില്ല. അപ്പൊ ആ കാലത്ത് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, കർഷക തൊഴിലാളികളെ, ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആ കോൺഗ്രസിനോടുള്ള വിരോധം വളരെ പ്രധാനമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5, 10, 15 വർഷമായിട്ട് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്, രാഷ്ട്രീയ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അതിൽ BJP എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ശക്തികളുടെ
രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന വിഭാഗങ്ങളുടെ, ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്ര വിഭാഗങ്ങളുടെ വിദേശ കുത്തകൾ, ഇതിൻ്റെയൊക്കെ പാർട്ടി കോൺഗ്രസ് ഒന്നല്ലെന്ന്. ഇത് പ്രധാനമായിട്ടും അതിന്റെ ഡോമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് നിൽക്കുന്ന BJP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്കെതിരായിട്ട് ദേശീയ തലത്തിൽ വളർന്നു വരുന്ന ഒരു വിശാലമായിട്ടുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുമായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയമായിട്ട് അത് പ്രസക്തവും നിർണായകവുമാണ്. പക്ഷേ മറ്റു തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് കോൺഗ്രസിനെ അംഗീകരിക്കണമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സംഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരം പ്രധാനപ്പെട്ട നീക്കുപോക്കുകൾ ആവശ്യമായിട്ട് വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം. കാരണം BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷിക്കെതിരായിട്ട് ഒരു ദേശീയ തലത്തിലുള്ള ഐക്യം ഉണ്ടായി വന്നേ പറ്റുള്ളൂ. റൈറ്റ്. ശ്രീ ജി ദേവരാജൻ, മമതാ ബാനർജി, നരേന്ദ്രമോദി അങ്ങനെ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന എതിരാളികൾ മുഴുവൻ അതിനിശ്ചിതമായാണ് ഈ സഖ്യത്തെ വിമർശിക്കുന്നത്, അതിനെ അവസരവാദമായി കാണുന്നത്. ഇത് പ്രവർത്തകരുടെ ഇടയിൽ ഒരു പ്രതിഫലനവും ഉണ്ടാക്കില്ല എന്നാണോ? അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പറയുന്നത് മമതാ ബാനർജി ആയതുകൊണ്ടാണ്, പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരായതുകൊണ്ട് അതിന് വലിയ പ്രചാരം കിട്ടുന്നില്ല. പ്രചാരമല്ല, അത് അത്ര വലിയൊരു ഇമ്പാക്ട് ജനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മമതാ ബാനർജി പറഞ്ഞതുപോലെ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നു, BJPയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പലരോടും മാറിക്കളിച്ച് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ വാക്കുകൾക്ക് അത്ര കണ്ട് ഒരു വലിയ പ്രാമുഖ്യം ഈ പറയുന്ന അവരുടെ ആളുകൾ പോലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ വോട്ട് ബാങ്കുകളിൽ, പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാനും പോകുന്നില്ല. ജനങ്ങളും അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. കാരണം മമതാ ബാനർജി 2011 അധികാരത്തിൽ വന്നത് ഇവിടെ മുഴുവൻ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ നേട്ടം. അതിൽ കോൺഗ്രസും മാവോയിസ്റ്റും ഉണ്ടായിരുന്നു, കോൺഗ്രസും SUCIയും വന്നു, കോൺഗ്രസും ജമാഅത്തെ ഉലമയും വന്നു. ഇവരെല്ലാവരും കൂടി മമതാ ബാനർജിയുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വരികയും ബുദ്ധിജീവികളിൽ വലിയൊരു വിഭാഗം മമതാ ബാനർജിയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും ചെയ്തു. എന്ന് വെച്ചാൽ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളും പൂൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ശ്രീ ജി ദേവരാജൻ, ഇത്തവണത്തെ സാഹചര്യം എന്താണ്? ഈ മഹാജോത്ത് ഒന്ന് ആകെ റിവേഴ്സ് ആയിട്ടുണ്ടോ? അതായത് എങ്ങനെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിച്ചോ അതേമാതിരി തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സഖ്യം വളർന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് വളരെ അവസാന നിമിഷത്തിലെടുത്ത ഒരു തീരുമാനമാണ്. ഈ തീരുമാനം അവസാന നിമിഷം എന്ന് പറയാൻ കാരണം ഇതൊരു പക്ഷേ CPMന്റെ പശ്ചിമ ബംഗാൾ നേതാക്കന്മാർ നേരത്തെ ആലോചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ബംഗാളിലെ ഇടതുമുന്നണിയിൽ ഇപ്രകാരമുള്ള ചർച്ചകൾ ആരംഭിച്ചത് തന്നെ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയ ശേഷമാണ്. ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ ഫോർവേഡ് ബ്ലോക്കിനോ RSPക്കോ CPIക്കോ പോലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവരം കിട്ടുന്നത് CPMന്റെ നേതാക്കന്മാർ പറയുമ്പോൾ മാത്രമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി മമതാ ബാനർജിയുടെ ഗവൺമെന്റിനെതിരായി ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ വർഗബോധന സംഘടനകളും നടത്തുന്ന സമരത്തിൽ അതേപോലെ തന്നെ കോൺഗ്രസും സമരം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഒറ്റയ്ക്കായിരുന്നു. മറിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കത്തക്ക രീതിയിൽ മമതാ ബാനർജി എടുത്ത അതേ തന്ത്രം മുഴുവൻ മമതാ വിരുദ്ധ ശക്തികളെയും ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത് കുറെ കൂടി ഫലപ്രദമായേനെ. റൈറ്റ്. ശ്രീ മുഹമ്മദ് റിയാസ്, ബംഗാളിൽ കോൺഗ്രസുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറയാൻ എളുപ്പമാണ്. നമ്മുടെ മുൻപിൽ വരുന്ന വിഷ്വലുകളും ഫോട്ടോഗ്രാഫുകളും ഒക്കെ സത്യം എന്താണ് എന്ന് പറയുന്നത് ആണ്. CPIMന്റെ ലോക്കൽ നേതാക്കൾ പോകട്ടെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ബിമൻ ബോസും അതുപോലെ തന്നെ സൂര്യകാന്ത് മിശ്രയും ഒക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ പടങ്ങൾ ഇന്നത്തെ പത്രത്തിൽ പോലും ഉണ്ടായിരുന്നു, താങ്കൾ കണ്ടു കാണും. കൃഷ്ണദേബ്നാഥിന് വേണ്ടി ഇന്ന് ബിമൻ ബോസ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ, അതുപോലെ തന്നെ സോമൻ മിത്രയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ. ഇന്നലെ സൂര്യകാന്ത് മിശ്രയും മാനസ് ഭൂനിയും ഒരുമിച്ചൊരു റാലി, ഒരു വാഹന റാലി നടത്തുകയുണ്ടായി. ഒരു വശത്ത് കൈപ്പത്തി, മറുവശത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ശ്രീ NP ചേക്കുട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി കണ്ട് അംഗീകരിക്കാത്തത്, അത് ജനങ്ങളോട് പറയാത്തത്? എന്താണ് കുഴപ്പം? ഇപ്പോൾ CPIMനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് അല്ലല്ലോ. ഒന്ന്, ബംഗാളിൽ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ആരും പറഞ്ഞിട്ടില്ല. അതിന് വിഷ്വൽ നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് വിഷ്വലിൽ കാണിക്കുന്നു എന്ന് പറയാൻ
വിഷ്വൽ പറയേണ്ടതില്ല, ഞങ്ങളത് അംഗീകരിച്ച കാര്യമാണ് അവിടെ നടക്കുന്ന പ്രവർത്തനം. പക്ഷെ ഞാൻ പറഞ്ഞത് പാർട്ടി നിലപാടാണ്. നിലപാടിൽ മാറ്റമില്ല. നിലപാട് വളരെ കൃത്യമാണ്. പാർട്ടി കോൺഗ്രസ് നിലപാടാണ്. എന്തുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനെ തൊട്ടുകൂടാ എന്ന് പറയുന്നു? അത് പ്രസക്തമല്ലേ? അത് ചർച്ച ചെയ്യപ്പെടണ്ടേ? അത് തിരുത്തേണ്ടത് ഞങ്ങളല്ല, അത് തിരുത്തേണ്ടത് കോൺഗ്രസ് ആണ്. ശ്രീ മുഹമ്മദ് റിയാസ്, കോൺഗ്രസിനെ തൊട്ടുകൂടാ എന്നുള്ളതാണ് നിങ്ങളുടെ നയം എന്ന് പറയുന്നു. പക്ഷെ പ്രവൃത്തി എന്താണ്? അവിടെ കോൺഗ്രസിനെ കെട്ടിപ്പിടിക്കുകയാണ്. അസീം ദാസ് ഗുപ്തയും ഗൗതം ദേവും ഒക്കെ ത്രിവർണ്ണ പതാക, കോൺഗ്രസിന്റെ ഷോൾ അണിഞ്ഞു നിൽക്കുന്ന പടം കണ്ടില്ലേ? അവിടെ കോൺഗ്രസുമായി എല്ലാ അർത്ഥത്തിലും ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയാണ്. അതേസമയം ഞങ്ങളുടെ നിലപാട് കോൺഗ്രസുമായി തൊട്ടുകൂടായ്മയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതെ, അത് തന്നെയാണ് അഭിലാഷ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ കട്ടാണ്. അത് കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനും CPIM തയ്യാറല്ല എന്നുള്ള ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് തീരുമാനം ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ഇന്ന് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ബംഗാളിൽ നടക്കുന്ന കാര്യം, ബംഗാളിലെ സാഹചര്യം പറഞ്ഞു. ഒരു മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മറ്റൊരു പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചാൽ, തൃണമൂലല്ലാത്തൊരു പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ CPIMന്റെ ഓഫീസ് ആക്രമിക്കുന്നു, CPMകാരെ കൊലപ്പെടുത്തുന്നു. അത് മൃഗീയമായ കൊലപാതകം. നേരത്തെ മാവോയിസ്റ്റുകൾ ഉപയോഗിച്ചു, ഇപ്പൊ ഗുണ്ടകൾ ഉപയോഗിച്ച് നടത്തുന്നു. ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യം അവിടെയുണ്ട്. ആ സാഹചര്യം അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തെരഞ്ഞെടുപ്പ്. ആ ഒരു കാര്യമാണ് അവിടെ നേരത്തെ ശ്രീ ചെക്കുട്ടി ചൂണ്ടിക്കാട്ടിയ വിഷയം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവിടെയുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് PCC പ്രസിഡന്റും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറയുന്നത് പോലെ ഇത് രാജ്യത്താകെ മാതൃകയാക്കേണ്ട ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ കോൺഗ്രസ് ചില ജില്ലകളിലുണ്ട്. ഞങ്ങളുടെ 1/3 പോലും കോൺഗ്രസ് അവിടെ ഇല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ മുന്നോട്ട് ഞങ്ങൾ പോകും. അവിടുത്തെ അധികാരത്തിൽ തന്നെ എത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വസ്തുതയാണ്, വളരെ നമുക്ക് യാഥാർത്ഥ്യമായി കാണേണ്ട ഒരു വിഷയമാണ്. അല്ല, ഇതിൽ ശ്രീ മുഹമ്മദ് റിയാസ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് അവിടെ ഈ ഫാസിസ്റ്റ് പ്രവണതകളെയും വർഗീയതയെയും തോൽപ്പിക്കാൻ എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിർത്തുക എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് സഖ്യം അതിൽ സൂചിപ്പിച്ചിരുന്നില്ല. കോൺഗ്രസുമായി സഖ്യമാകും എന്ന് തീരുമാനിച്ചിരുന്നില്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി. അവിടെയുള്ള കോൺഗ്രസുമായുള്ള ബന്ധം എന്നുള്ളത് ഏതെങ്കിലും തന്ത്രപരമായ സഖ്യം, ഒരു സീറ്റിൽ അവരെ സഹായിക്കുക, വേറൊരു സീറ്റിൽ തിരികെ സഹായിക്കുക എന്നതിനപ്പുറത്ത് സോണിയാഗാന്ധി അവിടെ മാൾഡയിൽ പ്രചരണത്തിന് പോകുമ്പോൾ അവരുടെ പ്രചരണ യോഗത്തിൽ അവതരിപ്പിക്കുന്ന 22 സ്ഥാനാർത്ഥികളിൽ 12 സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. അവർ ഇടതുമുന്നണിയുടെ അരിവാൾ ചുറ്റികയോ അരിവാൾ നെൽക്കതിരോ ഒക്കെയുള്ള അടയാളത്തിൽ ഇവരെ വിജയിപ്പിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നു. സമാനമായ വിധത്തിൽ CPIM നേതാക്കളുടെ റാലിയിൽ കോൺഗ്രസ് നേതാക്കളെ വിജയിപ്പിക്കണമെന്ന്, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. CPIMന്റെ 3-4 PB അംഗങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് പിടിക്കുകയും അതേസമയം കോൺഗ്രസുമായി ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധമല്ല, ഇത്തരത്തിലുള്ള ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെ മനസ്സിലാകും? അല്ല, അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അവിടുത്തെ സാഹചര്യം ഞാൻ വിശദീകരിച്ചു. അവിടുത്തെ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങളെടുത്ത നിലപാടും തമ്മിലുള്ള വൈരുദ്ധ്യം, അതാണല്ലോ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് റിവ്യൂവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഞങ്ങളുടെ നിലപാട് ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് മാറ്റം വരണമെങ്കിൽ അത് ആ മാറ്റം വരുത്തേണ്ടത് കോൺഗ്രസ് ആണ്. അവർ ശരി, അത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ മാത്യു കുഴൽനാടൻ, ഇത് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനാകും. ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? ബീഹാറിൽ കോൺഗ്രസും അവിടെയുള്ള മഹാഗഠബന്ധന്റെ വിജയത്തിൽ ഒരു ഭാഗമായി അവിടെ BJPയെ സംബന്ധിച്ച് വലിയ പരാജയം നേരിട്ടു. ബീഹാർ ഒരു മാതൃകയായിരുന്നു. പശ്ചിമ ബംഗാളിൽ വേറൊരു മാതൃകയാണ്. അത് വിജയിക്കുമോ എന്ന് പൂർണ്ണമായി പറയാനാകില്ല എങ്കിലും കോൺഗ്രസും ഇടതുപക്ഷവും വിഘടിച്ചു നിന്നതിനേക്കാൾ വലിയ ശക്തിയിൽ മമതാ ബാനർജിയെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു സഖ്യമായി അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് സംസ്ഥാനത്തും ആകാം. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ശക്തി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ പരീക്ഷണം എന്നുള്ള നിലയിൽ ബീഹാർ മാതൃക, ബംഗാൾ മാതൃക, മറ്റു മാതൃകകളാകാം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ? അല്ല, കോൺഗ്രസ് ഇതിനു മുമ്പും നമുക്കറിയാലോ ദേശീയ തലത്തിൽ CPIMുമായി നീക്കുപോക്കുണ്ടായിട്ടുണ്ട്. നീക്കുപോക്ക് അതിൻ്റെ പിന്തുണ CPIMൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ പ്രസക്തമായ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ തടുക്കാൻ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഞാൻ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ റിയാസ് പറഞ്ഞു, അവരുടെ നിലപാട് വളരെ ക്ലിയർ കട്ടാണ്. കേന്ദ്ര കമ്മിറ്റി നിലപാട് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസുമായി നീക്കുപോക്കില്ലാന്ന്. പക്ഷേ താഴെ ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്താണ്?
ആ നിലപാട് ക്ലിയർ കട്ടായിട്ട് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ടി വി ചാനലുകളിലും പറയാം. പക്ഷേ താഴെ തട്ടിൽ അവർ കോൺഗ്രസുമായി ചേർന്ന് മുമ്പോട്ട് പോകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞത് അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ദാറ്റ്സ് എ ഫാക്ട്. അതായത് ഇന്ന് ഈ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കണമെങ്കിൽ അതിനെ ഇപ്പം ഞാൻ ബീഹാറിൽ ഞാൻ പലപ്പോഴും നമ്മളെല്ലാവരും നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പലപ്പോഴും ഇവിടെ വിജയത്തിലേക്ക് നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഫാസിസ്റ്റ് BJP അല്ലെങ്കിൽ ഈ RSSന് ഏറ്റവും കനത്ത തിരിച്ചടി നൽകിയത് ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ആ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് ആ ഫാസിസ്റ്റ് ശക്തികൾക്ക് തിരിച്ചടി നൽകാനുള്ള വേദി ഒരുക്കിയത് ആരാണ്? നിതീഷ് കുമാറും ലല്ലു പ്രസാദും രണ്ട് വശത്ത് നിൽക്കുകയാണ്. അവർക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ മതേതര ജനാധിപത്യ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് വന്നപ്പോഴാണ്. അതൊരു വലിയ ശക്തിയായി അമിത്ഷായും നരേന്ദ്രമോദിയും അവരുടെ കഴിവ് മുഴുവൻ പരിശ്രമിച്ചിട്ടും വലിയ പരാജയം ഏറ്റുവാങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ജനാധിപത്യ മതേതര സോഷ്യലിസം എന്ന പ്രത്യയശാസ്ത്രമാണ് ഈ രാജ്യത്ത് ശക്തിപ്പെടേണ്ടത്. അതിനോടൊപ്പം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ CPM അണികൾ തയ്യാറായിട്ടുണ്ട്, നേതാക്കന്മാർ തയ്യാറാണ്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ JR പത്മകുമാർ, എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ന് നോക്കൂ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ജയിക്കുന്നു. ബീഹാറിൽ കോൺഗ്രസും ജനതാദൾ യുണൈറ്റഡും ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും ഒരു സഖ്യമുണ്ടാക്കി മഹാവിജയം നേടുന്നു. പശ്ചിമ ബംഗാളിൽ ഒരിക്കലും യോജിക്കില്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ന് കരുതിയ ഇടതുപക്ഷവും കോൺഗ്രസും സഹകരിക്കുന്നു. അവർ നമ്മൾ 2 മാസം മുൻപ് വരെ ഒട്ടും കരുതാത്ത വിധത്തിൽ വലിയ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ബംഗാളിൽ ഒരുങ്ങുന്നു. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ ദുർബലമായി പോയ BJP വിരുദ്ധ ചേരി ശക്തി പ്രാപിക്കുകയാണ്. അക്കൂട്ടത്തിൽ കോൺഗ്രസും ശക്തി പ്രാപിക്കുന്നുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തി പ്രാപിക്കുന്നുണ്ട്. അതല്ലേ ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന സൂചന? അല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വേറെ 2-3 കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കണം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഹരിയാനയിലും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പരാജയപ്പെട്ടു എന്നുള്ള ധാരണ വേണ്ട. പിന്നെ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസരവാദ രാഷ്ട്രീയമാണ്. ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ ഒരു ചെറിയ സംഘടനയല്ലേ, ഞങ്ങൾ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് അവകാശപ്പെടുന്നല്ലോ, ഞങ്ങൾ അവകാശപ്പെടുന്നില്ലല്ലോ. അവിടെ എന്തിനാ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ചേർന്നത്? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് അധികാര രാഷ്ട്രീയം തന്നെയാണ്, അതിനോടുള്ള മോഹം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൂടനാടൻ വളരെ ആവേശത്തിൽ ഈ സഖ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ റിയാസിന് അതിനെ ന്യായീകരിച്ച് അതല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിക്കുന്നുണ്ടോ, ബോഡി ലാംഗ്വേജ് അനുവദിക്കുന്നുണ്ടോ? വളരെ പാടുപെടുകയാണ് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ. പക്ഷേ എന്താണ് ഈ ധാരണ, എന്താണ് കൂട്ടുകെട്ട്, എന്താണ് ഇത്? കേരളത്തിലെ എല്ലാവർക്കും അറിയാമല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഇവർ പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഞങ്ങൾക്ക് വേളി പറ്റില്ല, പക്ഷെ സംബന്ധമാകാം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു അവസരവാദ നാണക്കെട്ട നിലപാടല്ലേ ഇത്? ഈ ഇന്ത്യയിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ ഇത്രയും വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എങ്കിൽ ഈ കേരളത്തിൽ ഇവർ എതിർക്കുന്നത് എന്താ? കേരളത്തിൽ കോൺഗ്രസിനെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നത് എന്താ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഭിന്നമാണ് എന്നുള്ളതായിരിക്കും അതിന്റെ മറുപടി. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ ഒരു കോയലേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ത്രിപുരയിലും കേരളത്തിലും കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ എതിരാളി. എല്ലാ കാലത്തും കോൺഗ്രസ് ആയിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എതിരാളി. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ പ്രത്യേക സാഹചര്യത്തിൽ അവർ ഒരുമിക്കുന്നു എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആത്മഹത്യാപരമാകാമല്ലോ. ഇപ്പോൾ ശ്രീ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ എന്ന ചോദ്യം ഉയരും. അല്ല, ഓരോരോ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതാത് സംസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. BJP പല സംസ്ഥാനങ്ങളിലും പല ആളുകളുടെയും കൂട്ടാളികളല്ലേ. BJP എന്താ ഈ മഹത്തായിട്ടുള്ള പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ ഇരച്ചു കയറി വന്നിരിക്കുകയാണ് ചെയ്യുന്നത്? അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. തമിഴ്നാട്ടിൽ അവർ പലരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ച് ആർക്കും അവർ വേണ്ട. എന്തുകൊണ്ടാണത്? ഓരോരോ സംസ്ഥാനത്തും ഓരോ പാർട്ടികൾക്കും ഓരോരോ സ്വഭാവങ്ങളുള്ളൂ. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കാൻ പാടില്ല. അതല്ലാണ്ട് കയറി വരുന്ന മഹത്തായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ എന്ത് പ്രത്യയശാസ്ത്രമാണ് BJP-കാരനെ രാജ്യത്ത് യാതൊരു പ്രത്യയശാസ്ത്രമില്ലാത്ത ജാതി മാത്രം പറയുന്നതായിട്ടുള്ള BJP എന്ന് പറയുന്നതായിട്ടുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ ആളുകൾ എങ്ങനെയാണ് പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തിന്റെ ഒഴുക്കുണ്ടാകുന്നത്? അപ്പോൾ രാഷ്ട്രീയം സംസാരിക്കാനായിട്ട് കഴിയണം. ഒരു തരത്തിലും രാഷ്ട്രീയം സംസാരിക്കാതെ വർഗീയത മാത്രം സംസാരിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടി ഈ തരത്തിൽ വളരെ വലിയ തരത്തിൽ ഞെളിഞ്ഞിരുന്നതിൽ ഒരു കഥയുമില്ല എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രപരമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കണേ, അതിനനുസരിച്ച് സംസാരിക്കേണ്ടത്. അല്ലാണ്ട് സംസാരിച്ചിട്ട് എന്തായാലും പ്രത്യയശാസ്ത്രം സംസാരിക്കണം, രാഷ്ട്രീയം സംസാരിക്കണം, ജാതി സംസാരിക്കണം, നിങ്ങൾ ജാതി സംസാരിക്കുക, അത്രേ ഉള്ളൂ.
ഒരു പ്രത്യയശാസ്ത്രമില്ല. അവസരവാദം. ശ്രീ പത്മകുമാർ KG മാരാരുടെ ആത്മകഥ രാമൻപിള്ളയുടെ ആത്മകഥയൊക്കെ ഒന്ന് വായിക്കും നല്ലതാ. നിങ്ങളെപ്പോലെ തലയിൽ മുണ്ടിട്ട് കേരളത്തിൽ കോലിബി സഖ്യം പറഞ്ഞ് നിങ്ങൾ, ജമ്മു കാശ്മീരിൽ നിങ്ങൾ സഖ്യം, ഇവിടെ ഞാനിപ്പോ നിങ്ങളുടെ സഖ്യം പറയാത്തത് ഞങ്ങൾ ബംഗാളിലെ സഖ്യമാണെന്ന് തോന്നിപ്പോകും അത് വിശദീകരിച്ചാൽ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അവിശുദ്ധത എന്നൊരു പദം നിങ്ങൾ ഉപയോഗിച്ചില്ല. 2014 തെരഞ്ഞെടുപ്പിലെ കോലിബി പറയില്ലേ? എന്താ ഉറപ്പ്? പിന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു നിങ്ങൾ. കേരളത്തിലുണ്ടായിരുന്നു. ഉദുമയില് നിങ്ങൾ KG മാരാർക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. വികൃതമുള്ള ഒരു കാര്യമുണ്ടോ? ഒരു തലയിലും മുണ്ടുവിടേണ്ട. അടിയന്തരാവസ്ഥ കഴിഞ്ഞു വന്ന സമയത്ത് ജനതാ പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ BJP ജനസംഘത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ശരി, തുടരുക. ഞാൻ തുടരുക. ശ്രീ JR പത്മകുമാർ ദയവായി തുടരുക. ശ്രീ NP ചേക്കുട്ടി, കേരളത്തിലെ ത്രിപുരയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസക്കുറവോ ആശങ്കയോ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ആരെയാണോ ശത്രു എന്ന് കരുതുന്നത് അവർ പശ്ചിമ ബംഗാളിൽ മിത്രമാണ്. CPIM ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് ഓരോ നയം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നയങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ കഴിയുക? ബംഗാളും കേരളവും തമ്മിൽ 3000 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. കേരളം പോലുള്ള സംസ്ഥാനവും ബംഗാൾ പോലുള്ള സംസ്ഥാനം തമ്മിൽ നമ്മളിപ്പോൾ ഗ്രീസും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഗ്രീസിലെ നയങ്ങൾ നോക്കിയിട്ട് വേണം ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ നിലപാടെടുക്കാൻ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം മാത്രമല്ല, ഒരു സബ് കോണ്ടിനെന്റ്, ഒരു വലിയ വിശാലമായ പ്രദേശമാണ്. അപ്പോൾ അവിടെ എല്ലാ പ്രദേശത്തേക്കും, എല്ലാ സംസ്കാരങ്ങളിലേക്കും, എല്ലാ ഭാഷകളിലേക്കും യോജിച്ച ഒരൊറ്റ ഏകീകൃതമായിട്ടുള്ള ഒരു പോളിസി ഒരിക്കൽ പോലും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അത് തികഞ്ഞ വങ്കത്വമാണ്. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ അറിയുന്ന ആളുകൾ ആ സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് നയങ്ങളും നിലപാടുകൾ ഉണ്ടാക്കണം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, രാജ്യത്തെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയനിലപാടുകൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കൂടെ നിൽക്കുന്ന ആളുകളോട് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഒരു നിലപാടെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കുന്ന നിലപാടുകൾ പാർട്ടിയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ മുൻവെച്ചുള്ള ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് ദീർഘകാല ലക്ഷ്യങ്ങളല്ല. ഇപ്പോൾ ഉള്ളത് താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളാണ്. കേരളത്തിലുള്ള സിറ്റുവേഷൻ അല്ല ബംഗാളിലത്. ആ സിറ്റുവേഷൻ ഒന്നിച്ചാകുന്ന സമയത്ത് ഈ നിലപാടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറാം. ബംഗാളിലെ സിറ്റുവേഷനും കേരളത്തിലെ സിറ്റുവേഷൻ ഒരേ സ്ഥിതിയിലല്ലാത്ത കാലത്തോളം വ്യത്യസ്തമായ നയങ്ങളും നിലപാടുകളും സ്ട്രാറ്റജികളും എടുക്കേണ്ടതായിട്ട് വരും. റൈറ്റ്. ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസുമായി സഹകരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വർഗ രാഷ്ട്രീയം കൈയൊഴിയേണ്ട കാര്യമില്ല. UPA സർക്കാർ എങ്ങനെയാണ്? UPA എന്ന ഫോർമേഷൻ തന്നെ യഥാർത്ഥത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും സംഭാവനയാണ്. ആ നിലയ്ക്ക് 4 കൊല്ലം ഒരുമിച്ച് ഭരിച്ചു പിന്തുണയോടുകൂടി. ആ പിന്തുണ എടുക്കുന്ന ഘട്ടത്തിൽ CPIM അവരുടെ രാഷ്ട്രീയ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, UPA ഏകോപന സമിതിയിൽ പൊതുമിനിമം പരിപാടിയുടെ രൂപീകരണത്തിലൊക്കെ കൃത്യമായി അവരുടെ പങ്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നടത്തിയ നയസമീപനങ്ങളിലും അവരുടെ കയ്യൊപ്പുണ്ടായിരുന്നു. അപ്പോൾ നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല ഒരു സഖ്യത്തിന്. അല്ല, ഞാനിവിടെ CPM എടുത്ത് ഈ നിലപാടിനെ വിമർശിക്കുകയല്ല, ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു, ഇവരുടെ ഈ ആർഗ്യുമെൻറ്റ്, ഇപ്പോൾ ചേക്കുട്ടി സാർ അടക്കം വെച്ച ഈ ആർഗ്യുമെൻറ്റിനെയാണ് ഞാൻ തള്ളിക്കളയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു, പത്മകുമാർ ഇപ്പോൾ പറഞ്ഞില്ലേ, ആവർത്തിച്ച് പറഞ്ഞില്ലേ, നിങ്ങൾ KG മാരാരെ കേരളത്തിൽ പിന്തുണച്ചവരാണ്. നിഷേധിക്കാൻ കഴിയുമോ? സത്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഏതെങ്കിലും സമയത്ത് BJP പിന്തുണച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞ വർഗ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവർ മുമ്പോട്ട് പോയപ്പോൾ മുഖ്യ ശത്രുവായി എക്കാലത്തും അവർ കോൺഗ്രസിനെ കണ്ടാണ് CPM പറ്റിയ തെറ്റ്. അത് അവർ അംഗീകരിക്കാൻ തയ്യാറാവണം. സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ല ശ്രീ മാത്യു കുഴൽനാടൻ. ഒരു ഫാസിസ്റ്റ് വാഴ്ച, അതെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് ആണ് സ്വാഭാവികമായും ഏറ്റവും വലിയ ശത്രു, അല്ലെങ്കിൽ അധികാരമാണ് ഏറ്റവും വലിയ ശത്രു. അവിടെ സർവാധികാരം പ്രയോഗിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇന്നതല്ല, രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും മാറി. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ രാജ്യത്ത് മതരാഷ്ട്രീയം ഉയർത്തുന്ന അപകടം ഇതിനേക്കാൾ വലുതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഇടതുപക്ഷങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഇപ്പോൾ UPA പിന്തുണച്ചത് അവർക്ക് അവരുടെ വർഗ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നിന്നാകാം. കാരണം എന്താ, മതരാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അവരുടെ സിദ്ധാന്തപരമായ ആശയങ്ങളിൽ വെള്ളം ചേർക്കാതെ കോൺഗ്രസിന് പിന്തുണച്ചതുകൊണ്ട് അവരുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെ തിരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരാൻ, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ നയങ്ങളൊന്നല്ലേ. അപ്പോൾ അത് ബംഗാളിലൊന്നാണ്, ബീഹാറിൽ വേറൊന്നാണ്, കേരളത്തിൽ വേറൊന്നാണെന്ന് പറയാൻ കഴിയുമോ?
ബീഹാറിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ ഇവർ അല്ല പിന്തുണയ്ക്കാതിരുന്നത് അതുപോലെ തന്നെയല്ലേ ശ്രീ കുഴൽനാടൻ മറ്റു പാർട്ടികളുടേതും CPIM-ന്റെ ആണെങ്കിലും ഇപ്പോൾ ഉമ്മൻചാണ്ടി സംസാരിക്കുന്ന ഭാഷയിലല്ല, VM സുധീരൻ സംസാരിക്കുന്ന ഭാഷയിലല്ല അധിർ രഞ്ജൻ ചൗധരി സംസാരിക്കുക, അതുമാതിരി ഇവിടെ വി. എസ്. അച്യുതാനന്ദൻ സംസാരിക്കുന്ന സൂര്യകാന്ത മിശ്ര സംസാരിക്കുക. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവർ പറഞ്ഞു ബംഗാളിലെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ അവിടുത്തെ സാഹചര്യമല്ല, അതുകൊണ്ടാണ് കേരളത്തിൽ പിന്തുണയ്ക്കാത്തതെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. ബീഹാറിൽ എന്തായിരുന്നു സാഹചര്യം? ബീഹാറിൽ BJP എന്ന വലിയ അപകടം കടന്നു വരുന്നു എന്ന് എല്ലാവർക്കും ഒന്നുപോലെ ബോധ്യമായി. അതിനെ തടയാൻ ഇവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു? അവർ ആ സഖ്യത്തിൽ ചേരേണ്ടിയിരുന്നു. ഇത് ഈ കടുംപിടുത്തം, ഈ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തം അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള വിരോധം ഉപേക്ഷിക്കാത്തതുകൊണ്ടാണ് എന്നാൽ ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ അവിടെ രാഷ്ട്രീയപരമായ പോരാട്ടത്തിന് സ്കോപ്പ് ഉണ്ടായിട്ടില്ല. അല്ല, ഞാനിതിൻ്റെ അകത്ത് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അല്ല പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ സമീപനങ്ങളാണ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടക്കുന്നതെങ്കിൽ വളരെ പ്രസക്തമായിട്ട് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ പൊസിഷൻസ് ന്യായീകരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് പ്രത്യയശാസ്ത്രം കൊണ്ടുവരികയും അത് വെച്ച് പലതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിലെ ഒരു കാരണവശാലും അവർ യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള പാർട്ടിയായിട്ട് ഭരണം എന്തുകൊണ്ട് പങ്കിടുന്നു എന്നതിന് യുക്തിസഹമായിട്ടുള്ള ഉത്തരം നൽകാൻ ഇന്ത്യയിൽ ഒരൊറ്റ BJPക്കാരനും കഴിയില്ല. പക്ഷേ അവരവിടെ ഭരണം പങ്കിടുകയാണ് ചെയ്യുന്നത്. കാരണം പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറുക എന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് അവിടെ ഉള്ളത്. എന്തിനാണ് തമിഴ്നാട്ടിൽ അവർ ബന്ധമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? അധികാരം കൈയാളാൻ വേണ്ടിയിട്ട്. കേരളത്തിലും എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുക? അപ്പോൾ ആത്യന്തികമായിട്ട് പ്രായോഗിക അധികാര രാഷ്ട്രീയത്തിൻ്റെ ഉച്ചിയിലാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിൽക്കുന്നത്. ഓരോരുത്തരും ഓരോരുത്തരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും അവരവരുടെ നയങ്ങൾക്കകത്ത് നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ന്യായീകരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി തുറന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിന്ന സ്ഥലങ്ങളിൽ ഇന്നിന്ന നിലപാടെടുക്കാനായിട്ട് കഴിയുന്നത് എന്ന് പറയാൻ പറ്റുന്നതായിട്ടുള്ള ആർജവമാണ് രാഷ്ട്രീയത്തിൻ്റെ സർഗാത്മകത. ആ സർഗാത്മകതയിലേക്കാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. ശരി, ശ്രീ NP ചേക്കുട്ടി, ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രണ്ട് പാർട്ടികൾ ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കുന്നു എന്നുള്ളതിനെ സ്വാഭാവികമായി കാണാം. പക്ഷേ CPIM-നും കോൺഗ്രസിനും അധികാരം പങ്കിടാൻ സാധിക്കുമോ? അവർ അധികാരത്തിൽ എത്തുന്നു എന്ന് കരുതുക. ഒരു ഭരണ മുന്നണി എന്നുള്ള നിലയിൽ നിലപാടുകളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികൾക്ക് ഒരുമിച്ച് അധികാരം പങ്കിടുക എന്നുള്ളത് സാധിക്കുമോ? ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ തൃണമൂലിനെതിരായിട്ട് ഒരു വിശാലമായിട്ടുള്ള സഖ്യം ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ചിന്താപരമോ എന്താ പറയുക സൈദ്ധാന്തികമോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 റെസിസ്റ്റൻസും ഉണ്ടാവാനിടയില്ല. കാരണം ഇത് നമുക്ക് 99 ശേഷം 2004 പിന്നെ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒന്നാം UPA-ക്ക് CPM അടക്കമുള്ള ആളുകൾ പിന്തുണ കൊടുത്തത്. അപ്പോൾ രാജ്യത്ത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ, ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ആ ജനങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പൊസിഷനകത്ത് കോംപ്രമൈസ് പാടില്ല. പക്ഷേ അത് ദീർഘകാലത്തേക്കുള്ളതാണ് പൊളിറ്റിക്കൽ പൊസിഷൻ. താൽക്കാലികമായിട്ട് ഇത്തരം സഖ്യങ്ങൾ വളരെ നിർബന്ധമാണ്. ഒരു ഭരണം വേണ്ട സമയത്ത് ഞങ്ങൾ ഭരണത്തിലില്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും. മുമ്പൊരു കാലത്ത് ജ്യോതി ബസു പറഞ്ഞിട്ടുണ്ട്, വി മേഡ് എ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. എന്തുകൊണ്ടാണ്? അന്ന് ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ രാജ്യത്തുള്ള മുഴുവൻ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി തയ്യാറായില്ല. അന്ന് തെറ്റായിരുന്നു ജ്യോതി ബസു പറഞ്ഞത് ഇന്ന് ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ബംഗാളിലെങ്കിലും ഉണ്ടാവുകയില്ല എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. റൈറ്റ്. ശ്രീ JR പത്മകുമാർ, ശരിയാണ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷവും BJP-യുടെ പ്രാഗ് രൂപമായ ജനതാ പാർട്ടിയും സഹകരിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അതിനിശ്ചിതമായ ഒരു സർവാധികാര പ്രവണതയുള്ള കാലത്താണ്. അന്നത്തെ ഏറ്റവും വലിയ അധികാര ശക്തി, ഭരണകൂട അധികാരം കൈയാളിയിരുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ എതിർക്കാൻ ഒരുമിച്ച് നിന്നിട്ടുണ്ടാകും. അത് കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. അതേമാതിരി പശ്ചിമ ബംഗാളിൽ മറ്റു പാർട്ടികളെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലം വരുന്നു. ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നമുണ്ടാകുന്നു. അവർ ഒരുമിച്ച് നിൽക്കുന്നു മുങ്ങാതിരിക്കാൻ എന്നുള്ളതിനെ അതിൻ്റെ സ്വാഭാവികതയിൽ കണ്ടാൽ പോരെ?
അല്ലല്ല, അതില് നമ്മൾ ആലോചിക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെയല്ല. ഏകാധിപത്യത്തിന്റെ സ്ത്രീരൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾക്കൊക്കെ കൂച്ചുവിലയിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിയ സമയത്തായിരുന്നു. ഞാൻ അതവിടെ നിർത്തട്ടെ. പശ്ചിമ ബംഗാളിൽ 34 വർഷക്കാലം യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു ഫാസിസ്റ്റ് ശക്തികളുടെ എതിർപ്പുമില്ലാതെ വളരെ സുഖമായി ഭരണം നടത്താൻ കിട്ടിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ പശ്ചിമ ബംഗാളിലെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയുമോ? ഇന്ന് അവിടെ തൃണമൂൽ കോൺഗ്രസ് വളർന്നു വന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? 34 വർഷക്കാലം യാതൊരു തടസ്സവും ഇല്ലായിരുന്നല്ലോ. മിനിമം കേരളം പോലെയെങ്കിലും ആക്കിയിരുന്നുവെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. അപ്പൊ അവർക്ക് സ്വന്തമായി ഭരിക്കാൻ കിട്ടിയ അവസരം മുതലാക്കാതെ ഇന്ന് അയ്യോ ഫാസിസ്റ്റ് വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകൾ വളർന്നു വരുന്നുവോ എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയപരമായ പാപ്പരത്വമാണ്. പിന്നെ നേരത്തെ എൻ വി ചെക്കുട്ടി പറഞ്ഞൊരു കാര്യം, ജർമ്മനിയും ഗ്രീസും ഒക്കെ പറഞ്ഞുകൊണ്ട് 2 രാജ്യങ്ങൾ തമ്മിൽ ഒരുമിച്ച് സമാനപ്പെടുത്തിയിട്ടുണ്ട്, കേരളവും പശ്ചിമ ബംഗാളും. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നയം. ഇന്ത്യയെ ഒന്നായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മുമ്പ് പറഞ്ഞത് 32 സംസ്ഥാന രാജ്യങ്ങൾ. അതൊക്കെ നമ്മുടെ വിഷയത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. ശ്രീ ജി ദേവരാജൻ, കഴിഞ്ഞ തവണ പരിവർത്തനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മമതാ ബാനർജി അധികാരത്തിലേക്ക് വന്നത് എങ്കിൽ 5 വർഷം കഴിയുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്ങനെയാണോ ഇടതുമുന്നണി അവിടെ പ്രാദേശിക തലത്തിൽ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കി നേതാക്കൾ ഭരിച്ചിരുന്നത്, സമാനമായ അവസ്ഥ തൃണമൂലിൻ്റെ രൂപത്തിൽ ഇപ്പോൾ അവിടെ നടമാടുകയാണ്. പക്ഷേ 2011 ഇടതുമുന്നണിയുടെ ഭരണത്തിനോടുള്ള അത്രയും അമർഷം ഇപ്പോൾ ഒരു പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടോ? പശ്ചിമ ബംഗാൾ 2011 അധികാരം നഷ്ടപ്പെടുന്നതിന് ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് ഇവിടെ സിംഗൂരിലും നന്ദിഗ്രാമിലും നടന്ന സംഭവം, അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടിയുണ്ടായി ഇടതുപക്ഷ പാർട്ടികൾക്ക്. തുടർന്ന് 2010 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയുണ്ടായി. അതിന്റെ തുടർച്ചയായി അടുത്ത 2011 സ്വാഭാവികമായി പഞ്ചായത്തുകളുടെ ഭരണം തൃണമൂൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് പോയതോടുകൂടി അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് 2011 ഭരണം തന്നെ നഷ്ടമായി. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഖ്യം അതിനെ പിന്നീട് ജനം തെരഞ്ഞെടുക്കില്ല. അതാണ് പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടത്. പിന്നൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളും സമാഹരിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഒരു മഴവിൽ സഖ്യം ഉണ്ടാക്കുവാൻ ശ്രീമതി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ശക്തികളെയൊക്കെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് ആ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിടയിൽ തന്നെ ഒരു ഡിസ്പെലിംഗ് ക്യാമ്പയിൻ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. തീർച്ചയായും ഇക്കുറി എങ്ങനെയാണ് ശ്രീ ദേവരാജൻ? 2 റൗണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ അടക്കം തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങളൊരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ടാകുമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ചേർത്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വടക്കൻ ബംഗാളിലെ കോൺഗ്രസിന്റെ തന്നെ പരമ്പരാഗതമായ ചില മേഖലകളിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്കും നേട്ടമുണ്ടാവും. എന്നാൽ കോൺഗ്രസിന് താരതമ്യേന ശക്തിയില്ലാത്ത തെക്കൻ ബംഗാളിൽ ഈ സെക്ടർ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. മറിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റത്തിന് തടയിടാൻ കഴിയും എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ് വസ്തുനിഷ്ഠമായ പ്രതീക്ഷ. വളരെ നന്ദി ശ്രീ ദേവരാജൻ, ശ്രീ എൻ പി ചെക്കുട്ടി, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീ മാത്യു കുഴൽനാടൻ, ഒപ്പം ശ്രീ NM പിയേഴ്സൺ ചർച്ചയിൽ പങ്കെടുത്തതിന്.